ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് നവോദയ വിദ്യാലയ സമിതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേരളത്തിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ജവഹർ നവോദയ വിദ്യാലയം എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നവോദയയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും അതിൻ്റെ റീജിയണൽ ഓഫീസുകളിലേക്കും ഇത്തരത്തിലുള്ള നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്ക്, അതായത് തമിഴ്നാട് ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു വിദ്യാലയങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഇതിലേക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് SSLC മുതൽ ITI, ഡിപ്ലോമ, +2, ദെൻ ഡിഗ്രി, ദെൻ അതിൽ കൂടുതലായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള എക്സാം എങ്ങനെയാണ്, അതിൻ്റെ സ്കീം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ NTA വഴിയാണ് ഇത്, നമ്മൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴിയാണ് നമ്മളിത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കണം എന്നെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഡ്യൂറേഷനൊക്കെ കൂടാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാം സെൻറ്ററുകളൊക്കെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്, വിവിധ ജില്ലകളിലുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയകളായിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ വന്നിട്ട് നമ്മളോട് ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഡൗട്ട് ചോദിച്ചാൽ അവർക്ക് അറിയാം. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറുപടി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അത് നമ്മുടെ ചാനലിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലും കണ്ടൻറ്റൊക്കെ ഇടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ വളരെ ഇപ്പോൾ ടോട്ടൽ നമ്മൾ 2 വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം. അപ്പോൾ ഇതുവരെ നമുക്ക് നിശ്ചിതമായുള്ള സബ്സ്ക്രൈബറേ വന്നിട്ടുള്ളൂ. അപ്പം അധികവും സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന ഡേറ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാർച്ച് 22 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 30 ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമുക്കിപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയാലും നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു ദിവസങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അപേക്ഷയിൽ നിന്ന് തെറ്റുകൾ വന്നു പോയിട്ട് നിങ്ങൾക്ക് ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് 2/5/2024, 4/5/2024 ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ അപേക്ഷ ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ 2 ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ മാക്സിമം തെറ്റുകളൊന്നും വരാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ വന്ന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ പോസ്റ്റാണ്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് ഗ്രൂപ്പ് B, നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് ഇവിടെ നോക്കാം കേട്ടോ. പോസ്റ്റ് കോഡ് 1 121 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. ജനറൽ EWS OBC ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ദെൻ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഗ്രൂപ്പ് B പോസ്റ്റ് കോഡ് 2 ആണ്, 5 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. ദെൻ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് B പോസ്റ്റ് കോഡ് 3, 12 വേക്കൻസി ഇതിൽ വന്നിട്ടുണ്ട്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഗ്രൂപ്പ് B പോസ്റ്റ് കോഡ് 4 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ SC/ST അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ST കാൻഡിഡേറ്റ്സിന് ഇവിടെ വേക്കൻസി ഇല്ല. ഈ പറയുന്ന ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് SC കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ വേക്കൻസിയിൽ എത്ര വേക്കൻസിന് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് B പോസ്റ്റ് കോഡ് 5 ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. പിന്നെ സ്റ്റെനോഗ്രാഫർ ആ ഒരു വേക്കൻസി ജനറൽ ആണ്, ആർക്കും വേണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് C പോസ്റ്റ് കോഡ് 6 ആണ്, ഇതിൽ 23 വേക്കൻസി ടോട്ടൽ ഉണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രൂപ്പ് C പോസ്റ്റ് കോഡ് 7 ആണ്, 2 വേക്കൻസി അതിലുണ്ട്. ദെൻ കാറ്ററിംഗ് സൂപ്പർവൈസർ ഗ്രൂപ്പ് C പോസ്റ്റ് കോഡ് 8 ആണ്, 78 വേക്കൻസി അതിലുണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C നിങ്ങൾക്ക് ഇവിടെ കാണാം, പോസ്റ്റ് കോഡ് 9 ആണ്, ഇതിൽ 21 വേക്കൻസിയാണ്. അപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2 കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും റീജിയണൽ ഓഫീസുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C ഈ പറയുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് കോഡ് 10 ആണ്, അതിൽ 360 വേക്കൻസി ഉണ്ട് കേട്ടോ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ ഈ വിദ്യാലയങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്ക് വേക്കൻസികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇലക്ട്രീഷ്യൻ പ്ലംബറാണ് ഗ്രൂപ്പ് C 11 പോസ്റ്റ് കോഡ് വരുന്നത്, 128 വേക്കൻസി നമുക്കതിലുണ്ട്. ദെൻ ലാബ് അറ്റൻഡൻറ്റ് ഗ്രൂപ്പ് C പോസ്റ്റ് കോഡ് 12 ആണ്, 161 വേക്കൻസി. ദെൻ മെസ് ഹെൽപ്പർ ഗ്രൂപ്പ് C പോസ്റ്റ് കോഡ് 13 വേക്കൻസിയാണ്, 13 ആണ് പോസ്റ്റ് കോഡ് വരുന്നത്, 442 വേക്കൻസി മെസ് ഹെൽപ്പർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് C ആണ്, ഇത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും റീജിയണൽ ഓഫീസുകളിലേക്കാണ്. പോസ്റ്റ് കോഡ് 14, 19 വേക്കൻസിയാണ് അതിൽ വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് STക്ക് ഇവിടെ വേക്കൻസി ഇല്ല, അപ്പോൾ അവർക്ക് 11 ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ST റിസർവേഷനോ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളൂ, പക്ഷേ അവർക്ക് ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മളിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓരോ പോസ്റ്റിൻ്റെ നമ്മൾ നോക്കണം, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ കൂടുന്നു പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് ആൻഡ് എലിജിബിലിറ്റി ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ പേ സ്കെയിലൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവിടെ 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെയും അപ്ലൈ ചെയ്യട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും 10 മുതൽ 15 വർഷം വരെ. അതെല്ലാ പോസ്റ്റിനും ബാധകമാണ് കേട്ടോ. എല്ലാ പോസ്റ്റിനും നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്.
ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് BSc നഴ്സിംഗ് ആണ്. അത് ഓണേഴ്സ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് റെഗുലർ കോഴ്സ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ നമ്മൾ നേഴ്സായിട്ട് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒരു 2.5 ഇയേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് വേണം കേട്ടോ. 2.5 വർഷം എക്സ്പീരിയൻസ് മിനിമം 50 ബെഡുള്ള ഹോസ്പിറ്റലിലുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ, ഈ പറയുന്ന നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറാണ്. ഇത് പോസ്റ്റ് കോഡ് 2 ആണ്. ഇതിൻ്റെ 23-33 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ പോസ്റ്റിനും. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം തന്നെ 3 ഇയർ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിനും വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ പോസ്റ്റിനും എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്തത് ഓഡിറ്റ് അസിസ്റ്റൻ്റ് ആണ്. പോസ്റ്റ് കോഡ് 3 ആണ്. ഇതിൽ നിങ്ങൾക്ക് 30,400 മുതൽ 1,12,000 സ്കെയിലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. 18 to 30 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. മിനിമം ഏജ് 18 മാക്സിമം 30. അപ്പോൾ ഏജ് കണക്കാക്കുന്ന തീയതി പറഞ്ഞാൽ 30/4/2024 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുക. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് BCom കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഓഡിറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദിയിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് എന്താണ് ഒരു കമ്പൽസറി അല്ലെങ്കിൽ ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു എക്സാം മീഡിയം ഇംഗ്ലീഷോ ആ രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രി ലെവലാണ്. ഇനി അത് നേരെ തിരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നിങ്ങൾ ബിരുദ തലത്തിൽ നിങ്ങൾ എന്താണ് ഹിന്ദി ഒരു കമ്പൽസറി അല്ലെങ്കിൽ ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ എക്സാം മീഡിയം ഹിന്ദി ആയിരിക്കണം എന്നുള്ളതാണ്. ആ ലെവലിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ 2 കാര്യമാണ് ഇവിടെ നോക്കേണ്ടത്. നിങ്ങളുടെ ഡിഗ്രിയും നിങ്ങളുടെ PGയും അതിൻ്റെ 2 കാര്യങ്ങളും ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾ ഈ പറയുന്ന ഹിന്ദിയും ഇംഗ്ലീഷും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ എന്നല്ല, നിങ്ങൾ വേറെ ഏതോ ഒരു സബ്ജക്റ്റാണ് കഴിഞ്ഞതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹിന്ദി PG ലെവലിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PGയിൽ നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും അല്ല നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ PG ലെവലിൽ നമുക്ക് നമ്മുടെ ആ ഒരു മീഡിയം എന്തായിരിക്കണം, ഹിന്ദി ആയിരിക്കണം. ഓക്കെ, നമ്മുടെ മീഡിയം, നമ്മുടെ പഠനത്തിലുള്ള മീഡിയം എന്തായിരിക്കണം, ഹിന്ദി ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവലിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മീഡിയം ഓഫ് എക്സാമിനേഷൻ നമ്മുടെ എക്സാം മീഡിയം ഇംഗ്ലീഷിലോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ PG എന്താണ് ഇംഗ്ലീഷും ഹിന്ദിയും അല്ല കഴിഞ്ഞത്, ഏതെങ്കിലും സബ്ജക്റ്റാണ് കഴിഞ്ഞത്. പക്ഷേ നിങ്ങൾ PG പഠിച്ചിരിക്കുന്ന മീഡിയം നമ്മൾ ഹിന്ദി മീഡിയത്തിലാണ് പഠിച്ചത് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവരുടെ ഡിഗ്രി നോക്കുമ്പോൾ അവർക്ക് ഡിഗ്രി പറയുന്ന രീതിയിലായിരിക്കണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ഇലക്ടീവ് സബ്ജക്റ്റോ അല്ലെങ്കിൽ കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടോ ഉണ്ടായിരിക്കണം. അത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ എക്സാം മീഡിയം ഇംഗ്ലീഷിലായിരിക്കണം. അങ്ങനെയാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ക്രൈറ്റീരിയയും പാടുണ്ട്, ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും എന്താണ് ഈ പറയുന്ന ഒഴികെ, ഈ പറയുന്ന ഹിന്ദിയും ഇംഗ്ലീഷും ഒഴികെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിഷയത്തിലുള്ള PG ആണ് വിചാരിക്കുക, മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് വിചാരിക്കുക. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എന്താണ്, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നിങ്ങൾക്ക് PG. ഇവിടെ ഹിന്ദി മീഡിയമാണ് PG, ഇവിടെ എന്താണ് മീഡിയം ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി എന്താണ് ഡിഗ്രി ലെവലിൽ കമ്പൽസറി ഇലക്ടീവ് സബ്ജക്റ്റ്, നേരത്തെ മുകളിൽ പറഞ്ഞതേപോലെ തന്നെ ഈ പറയുന്ന ഡിഗ്രി ലെവലിൽ എക്സാം മീഡിയമോ ആയിട്ട് പഠിച്ചവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പറഞ്ഞ പോലെ ഇംഗ്ലീഷും ഹിന്ദിയും അല്ല നമ്മൾ പഠിച്ചത്, വേറെ ഏത് സബ്ജക്റ്റാണ് വിചാരിക്കുക PGയിൽ. അപ്പോൾ നമുക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ എന്താണ് ഒരു കമ്പൽസറി സബ്ജക്റ്റായിട്ട് നമ്മൾ PGയിൽ പഠിച്ചിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹിന്ദിയോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ഇലക്ടീവ് സബ്ജക്റ്റായിട്ട് പഠിച്ചാലും മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ എക്സാം മീഡിയം ആയിരിക്കണം. PGയിൽ നിങ്ങളുടെ എക്സാം മീഡിയം ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതാണോ അവിടെ ആയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യം നമുക്ക് എവിടെ ആയിരിക്കണം, ഡിഗ്രി ലെവലിൽ ഇലക്ടീവ് സബ്ജക്റ്റോ അല്ലെങ്കിൽ കമ്പൽസറി സബ്ജക്റ്റോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ PGയിൽ പഠിക്കാത്തത് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷൻ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഒരു ഡിപ്ലോമ നിങ്ങൾക്ക് ഹിന്ദി ടു ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആ ഒരു കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കും. ഇനി അടുത്തത് ലീഗൽ അസിസ്റ്റൻ്റ് ആണ്. 23 to 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ലോ ആണ്. അപ്പോൾ നിയമത്തിലുള്ള ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ലീഗൽ കേസസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ടോണമസ് ബോഡി PSUലൊക്കെയുള്ള ഇതിലേതെങ്കിലുമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് 3 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലീഗൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫറാണ്. പോസ്റ്റ് കോഡ് 6 ആണ്. ഇത് 18 to 27 ഏജ് ലിമിറ്റ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്ക് ഉണ്ടായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായാൽ മതി. എനി സ്ട്രീം കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ സ്റ്റെനോഗ്രഫി അറിയുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഡിക്റ്റേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 18 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് BCA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BSc IT കഴിഞ്ഞവർക്കോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BE കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BE or BTech കമ്പ്യൂട്ടർ സയൻസോ ഇനി അതല്ലെങ്കിൽ BE or BTech IT കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് കാറ്ററിംഗ് സൂപ്പർവൈസർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ഇൻ കാറ്ററിംഗ് വിത്ത് മിനിമം 10 years സർവീസ് ഇൻ ഡിഫൻസ് സർവീസ് അല്ലെങ്കിൽ റെഗുലർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ പറഞ്ഞ എക്സ് സർവീസ്മാനെ അപ്ലൈ ചെയ്യുക. ഈ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കേട്ടോ. ഓക്കെ, ബാക്കി ജനറൽ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 18 to 27 ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും അതിൻ്റെ റീജിയണൽ ഓഫീസിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് +2 പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചവർക്കായിരിക്കും കുറച്ചും പാടെ അതെന്താണ് പെർഫോം ചെയ്യാൻ പറ്റുക ടൈപ്പ് ടെസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ പഠിക്കുന്ന അല്ലായിരിക്കും. 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ഇനി അത് ഹിന്ദിയിലാണെങ്കിൽ 25, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ VHSC ഒക്കെ കഴിഞ്ഞവർക്ക് ഈ പറയുന്ന സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് നിങ്ങൾ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ട് അങ്ങനെ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. ഇനി അടുത്തത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഈ പറയുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ 18 to 27 ആണ്. നേരത്തെ മുകളിൽ പറഞ്ഞില്ലേ ഇതാ ഈ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെയിം ക്വാളിഫിക്കേഷനാണ്. +2 ആണ് യോഗ്യത. അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ആണ്. 18 to 40 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പിന്നെ ITI ആണ്. ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ വയർമാൻ എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്തത് ലാബ് അറ്റൻഡൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 18 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്ക്. അപ്പോൾ ലബോറട്ടറി ടെക്നിക്കുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമയോ നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ലാബ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജസ്റ്റ് നിങ്ങൾ +2 സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. വേറെ ഡിപ്ലോമയോ കാര്യമൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ലബോറട്ടറി ടെക്നിക്കലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് മെസ് ഹെൽപ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് 18 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക +5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് മെസ്സുമായി ബന്ധപ്പെട്ടൊക്കെ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് NVS നടത്തുന്ന സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും, അത് പാസ്സാവും വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിനടുത്ത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. ഇതിൽ നമുക്ക് 18 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഏജ് ലിമിറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൽ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 15, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 13, ജനറൽ ആണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ അവർക്ക്. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ ഇവർ പറയുന്ന ലീഗൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും +ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. ലീഗൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ഈ പറയുന്ന ഫീമെയിൽ നേഴ്സ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റ് അസിസ്റ്റൻറ്റ്, ജൂനിയർ ഞാൻ വായിക്കുന്നില്ല. ഇത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഈ പറയുന്ന പോസ്റ്റുകളുണ്ടല്ലോ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ മെസ് ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. എക്സാം സിറ്റികൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്കിവിടെ കാണാം. തിരുവനന്തപുരം ഉണ്ട്, എറണാകുളം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, പാലക്കാട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സെൻറ്ററുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇനി ഇതിലേക്കുള്ള സ്കീം ഓഫ് എക്സാമിനേഷൻ ഓരോ പോസ്റ്റിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെ ലെങ്ത് ആവും. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഓരോന്നിൻ്റെയും. ഓക്കെ, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ലീഗൽ അസിസ്റ്റൻറ്റ്, ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്റ്റെനോഗ്രാഫർ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കാറ്ററിംഗ് സൂപ്പർവൈസർ, ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, നിങ്ങൾക്ക് കാണാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, ദെൻ ലാബ് അറ്റൻഡൻറ്റ്, മെസ് ഹെൽപ്പർ, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കേട്ടോ.
ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയാം. അതിന് മുൻപ് നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റിൽ ഇങ്ങനെ NVS ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റിൽ തന്നെ മടിച്ച് നിന്ന് വെച്ചാൽ ഇതിൽ അപേക്ഷാ ഫീസ് അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ നല്ല പഠിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. വെറുതെ പോയിട്ട് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 1500 രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും ഈ പറയുന്ന ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 1000 രൂപയാണ് വരുന്നത് ഈ പറയുന്ന പോസ്റ്റിനൊക്കെ. ഓക്കെ, അതിൽ തന്നെ ഈ പറയുന്ന ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപയാണ് അപേക്ഷാ ഫീസ് അവർക്ക് വരുന്നത് ടോട്ടല്. പിന്നെ ഈ മറ്റു പോസ്റ്റുകളിലേക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കേട്ടോ. SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കും ഫീസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ഈ പറയുന്ന അപേക്ഷാ ഫോമിൻ്റെ അവസാന തീയതിക്കുള്ളിൽ ഇപ്പോൾ SC ST OBC ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ ഈ പറയുന്ന മാതൃകയിലുള്ള ഇവിടെ കാണാം OBC കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. ഇത് സെയിം മാതൃകയായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിന് SC ST കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട മാതൃകയാണത്. ഓക്കെ, അപ്പോൾ ഈ മാതൃകയുള്ള സർട്ടിഫിക്കറ്റ് നമ്മളടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇൻകം EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക കേട്ടോ. നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 സ്റ്റെപ്പാണ് ഇതിൽ. ഒന്നിൽ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം, ദെൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, പിന്നെ ലാസ്റ്റ് എക്സാമിനേഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് കാണാം. അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മളുടെ ഡിക്ലറേഷൻ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി നമ്മളുടെ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എന്തൊക്കെയാണ് നിങ്ങളടുത്ത് ഉള്ളത് വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യുക നോക്കിയിട്ട് നമ്മുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിജി ലോക്കറിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് ഡാറ്റ ഡയറക്റ്റ് ഫെച്ച് ആകുന്ന സംവിധാനമുണ്ട്. നമ്മൾ കൂടുതൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡിജി ലോക്കർ ഉണ്ട്, അത് വെച്ച് കൊടുക്കുക. ഇനി ആധാർ നമ്പർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഐ ഹാവ് ആധാർ നമ്പർ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ. അപ്പോൾ ഞാൻ അതാ കൊടുക്കുന്നത്. എന്ത് ചെയ്യുക, ആധാർ നമ്പർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് OTP നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഐ ഹാവ് ആധാർ നമ്പർ എന്നുള്ളത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അവിടെ താഴെ കാണാം ആധാർ നമ്പർ അടിച്ചു കൊടുക്കാനുള്ളത് വരും. അപ്പോൾ ഞാൻ ആധാർ കാർഡ് ഇവിടെ അടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ജനറേറ്റ് OTP എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആധാറുമായി ബന്ധപ്പെടുത്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് എന്ത് ചെയ്യും, OTP വരും. അപ്പോൾ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ ഹാവ് ആധാർ കാർഡ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ കാർഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം, ജനറേറ്റ് OTP എന്ന് ഇവിടെ കൊടുക്കാം. ഓക്കെ, ജനറേറ്റ് OTP എന്ന് കൊടുത്താൽ നമ്മുടെ മൊബൈലിലേക്ക് എന്ത് ചെയ്യും, OTP വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ OTP നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വാലിഡേറ്റ് OTP എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ അടിച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ മൊബൈലിലേക്ക് വന്ന OTP അടിച്ചു കൊടുത്തു. വാലിഡേറ്റ് OTP എന്ന് കൊടുക്കാം കേട്ടോ. പിന്നെ വാലിഡേറ്റ് നമ്മൾ OTP കൊടുത്ത സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും കേട്ടോ. ഓക്കെ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, നമ്മുടെ പേര് കാണിക്കും. ഇവിടുന്ന് നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുക നിങ്ങൾ കേട്ടോ. ഓക്കെ, അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൊരു പാസ്വേഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നമ്മളൊരു മാനുവലായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അത് കൺഫേം കൊടുക്കുക. ഓക്കെ, നമ്മളത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, നമ്മളെവിടെ സിറ്റിയിലാണ് നമ്മൾ ജനിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഓക്കെ, ഫേവറേറ്റ് പെറ്റ് ഏതാണ്, ഓക്കെ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് കൊടുക്കാൻ ആൻസർ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ പറയുന്ന സെക്യൂരിറ്റി പിന്നുണ്ട് 20 ഈ പറയുന്നത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അഗ്രി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക, പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കാം, ദെൻ ഈ സെക്യൂരിറ്റി ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോലെ ഫോർഗെറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്തു, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നമ്മളിവിടെ അഗ്രി കൊടുക്കുക, ക്യാപ്ച കോഡ് അടിച്ചിട്ട് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക, പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പ്രിവ്യൂ ആയിട്ട് ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ, എല്ലാം ഓക്കെ ആണെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു ഇവിടെ ജസ്റ്റ് ഓരോന്നും ഇവിടെ ടിക്ക് ചെയ്യാം. ഇതെല്ലാം ഓക്കെ ആണെന്ന് നമ്മൾ ടിക്ക് ചെയ്യാം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എല്ലാം, എന്നിട്ട് അഗ്രി എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഇപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ ഡാറ്റ ആണ് കേട്ടോ കൊടുത്തത്, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കണേ. ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ബാക്കിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം
നമ്മുടെ മെയിലിലേക്ക് എന്തുണ്ടാകും, ഒരു OTP വന്നിട്ടുണ്ടാകും ഇമെയിലിലേക്ക്. ആ മെയിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് OTP ഇതിലേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഇവിടെ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിലിലേക്ക് നമ്മുടെ OTP അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ OTP നമ്മൾ എന്തെങ്കിലും ഇവിടെ എൻ്റർ ചെയ്യണം. ഇവിടെ കാണാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇതാ OTP ഫോർ ഇമെയിൽ രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. നമ്മൾ OTP ഇവിടെ കോപ്പി ചെയ്യാം, ഇവിടെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ സെക്യൂരിറ്റി കോഡിൻ്റെ പിൻ നമ്പർ ഇവിടെ, ഈ സെക്യൂരിറ്റി പിൻ ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി OTP വന്നില്ല, നിങ്ങൾക്ക് റീസെൻ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ഇമെയിലും വെരിഫൈ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കൊരു മെയിൽ വരും, കൺഫർമേഷൻ എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നാഷണൽ ടെസ്റ്റിംഗ് വെൽക്കം രജിസ്ട്രേഷൻ മെയിൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും കേട്ടോ. ഈ നമ്പർ നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കണം, പിന്നീട് നമുക്കിത് ആവശ്യം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്പർ വേണം, ആപ്ലിക്കേഷൻ നമ്പർ വേണം. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് അവർ അയച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി സൂക്ഷിക്കുക, എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് നമ്മൾ എന്ത് ഇവിടെ ആ നമ്പർ അടിച്ചു കൊടുക്കുക. ദെൻ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടല്ലോ, പാസ്വേഡ് അടിച്ചു. അതിനുശേഷം താഴത്തെ ക്യാപ്ച കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു. ഇനി ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കാണാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം, അത് ഇൻകംപ്ലീറ്റ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫോം ബൈ ക്ലിക്കിംഗ് ബിലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഏത് പോസ്റ്റിനൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിന് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ഇവിടെ കാണിക്കും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഓഡിറ്റ് അസിസ്റ്റൻറ്റ്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. ഓക്കെ, ഇങ്ങനെ 3 എണ്ണത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 അല്ല 4 എണ്ണത്തിന് ഞാൻ ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിലാണ് സ്കിൽ ടെസ്റ്റ് വേണ്ടതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിതിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിലാണോ ടൈപ്പ് റൈറ്റിംഗ് വേണ്ട, അല്ലെങ്കിൽ ഹിന്ദിയിലാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഇല്ലാതെ ഏതെങ്കിലും, ഇപ്പോൾ ഞാനിത് ഒഴിവാക്കിയാൽ, ഈ പോസ്റ്റ് ഒഴിവാക്കിയാൽ നമുക്ക് എന്തുണ്ടാവില്ല, അതുണ്ടാവില്ല, ആ കോൾ അവിടെ നിന്ന് ഡിലീറ്റ് ആവും. അപ്പോൾ ഞാൻ ആ പോസ്റ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് അവിടെ വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന NVS മുൻപ് എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുക. ഇത് നമ്മളിവിടെ അഗ്രി എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ സേവ് നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് സേവ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ക്വാളിഫിക്കേഷൻ, നമുക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളത് ജസ്റ്റ് നമ്മൾ അതൊന്ന് ഡിക്ലെയർ ചെയ്യണം കേട്ടോ. ഇവിടെ ഏതാണെന്ന് വെച്ചാൽ നമുക്കിതാ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് BCom എന്നുള്ളത് ടിക്ക് ചെയ്യുക. മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൽ നമ്മൾ 10ാം ക്ലാസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിന് നെക്സ്റ്റ് നമ്മുടെ ഡാറ്റ സേവ് സക്സസ്ഫുള്ളി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാകുക. ഓക്കെ, നമ്മൾ നാഷണാലിറ്റി ഒന്നും ഇവിടെ എന്തെങ്കിലും സെലക്ട് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യാം. വേറെ ഇപ്പോൾ നമുക്കിവിടെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ്റെ സമയത്ത് ഫില്ല് ചെയ്ത കാര്യങ്ങളാണ്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക നമ്മൾ. ഓക്കെ, ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്താണത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് വിളിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് ടൈപ്പ് ഓഫ് പ്ലേസ് കൊടുക്കണം. നമ്മുടെ അർബൻ ആണോ റൂറൽ ആണോ, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അർബൻ എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ റൂറൽ എന്ന് കൊടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏകദേശം കൊടുക്കുക കേട്ടോ. നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യാനുള്ളൂ. ഡാറ്റ സേവ്ഡ് കാണണം. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് എന്ത് ചെയ്യുക, ഡിപ്ലോമയാണോ ഏത് എക്സാം ആണ് വെച്ചാൽ, ഇപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിൽ 10 കൊടുക്കുക, പിന്നെ +2 കൊടുക്കുക, പിന്നെ ഗ്രാജുവേഷൻ. ആ ഒരു ഓർഡറിൽ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ പാസിംഗ് മന്ത് കൊടുക്കാം, പാസിംഗ് ഇയർ കൊടുക്കാം, എവിടെയാണ് പഠിച്ചത്, ബോർഡ് ഇപ്പോൾ കേരള SSLC ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കാം, റോൾ നമ്പർ കൊടുക്കാം, മാർക്സ് പെർസെൻറ്റേജ് കൊടുക്കാം. ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടണിൻ്റെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ കോളം വരും. അവിടെ നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ ആക്കാം, ഡിലീറ്റ് ആക്കണം, ഡിലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രം ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇനി അഡീഷണൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ അഗ്രി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഞാൻ സെലക്ട് ചെയ്തത് കാരണം എനിക്കിതിലേക്ക് എക്സ്പീരിയൻസ് വേണം ആ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം നമുക്ക് അപ്ലൈ ഫോർ പോസ്റ്റ് എന്നുള്ളിടത്ത് പോയിട്ട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഞാൻ എന്താണ് ഇതിലേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്ത കേട്ടോ. ബാക്കിയുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ അപ്ലൈ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ഏത് പേജിലേക്കാണ് പോകേണ്ടത് വെച്ചാൽ ആ പേജിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അൺടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സേവ് നെക്സ്റ്റ് എന്ന് കൊടുക്കണം കേട്ടോ. അഗ്രി ചെയ്തിട്ട് ഇവിടെ അഗ്രി എന്നൊക്കെ കൊടുക്കണം.
ഓക്കെ, നമ്മളിവിടെ സേവ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റാൻഡമായിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അതുകൊണ്ടാട്ടോ അങ്ങനെ സേവ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കണം കേട്ടോ ഓരോ പോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും. പിന്നെ നമ്മൾ എക്സാം സിറ്റി നമ്മൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അപ്പോൾ റാൻഡമായിട്ട് കുറച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അങ്ങനെ കൊടുത്താൽ മതി. നമ്മളിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴിക്കോട് ഏതാச்சுം കൊടുക്കാം. നമുക്ക് കേരളത്തിൽ തന്നെ വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഡാറ്റ സേവ്ഡ്. ഇനി നമ്മളിവിടെ ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫോർമാറ്റൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 200 KB സൈസ് കൂടാൻ പാടില്ല ഫോട്ടോ ആണെങ്കിൽ. ദെൻ സിഗ്നേച്ചർ ആണെങ്കിൽ 30 KB കൂടാൻ പാടില്ല. ദെൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ നമുക്ക് 200 KB കൂടാൻ പാടില്ല കേട്ടോ. നമ്മളിവിടെ ചൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഉദ്ദേശിച്ചൊരു ഒരു ഫോട്ടോ നമ്മളതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, തെളിഞ്ഞ് വരും. ദെൻ നമുക്ക് സിഗ്നേച്ചർ അതുപോലെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സിഗ്നേച്ചർ വന്നു. ദെൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഞാൻ അതിലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് 3 കാര്യങ്ങൾ ഇവിടെ നല്ല ക്ലിയർ വേണം, വ്യക്തത വേണം കേട്ടോ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇനി നമ്മുടെ മൊബൈൽ വെരിഫൈ ചെയ്യാനാണ് മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മളിവിടെ ഒരു ക്യാപ്ച കോഡ് ഉണ്ടാക്കി ക്യാപ്ചർ അടിച്ചിട്ട് സെൻഡ് OTP കൊടുത്താൽ നമ്മുടെ മൊബൈലിലേക്ക് OTP അയക്കും. അപ്പോൾ നമ്മളവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ സെൻഡ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും, അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് OTP വന്ന് OTP അടിച്ചു, ഇവിടെ ക്യാപ്ച കോഡ് അടിച്ചു, നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വെരിഫൈ OTP എന്ന് കൊടുക്കുക. ഓക്കെ, ആ മൊബൈൽ OTP ഹാസ് ബീൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യുന്ന പേജാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, എല്ലാം നോക്കാം. ഒക്കെ ക്ലിയർ ആണോ നോക്കാം. എന്നിട്ട് ഇവിടെ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യുവർ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഏത് ബാങ്ക് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ കാനറയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് UPI ഓപ്ഷൻ ഉണ്ട്, ഗൂഗിൾ പേ, ഫോൺ പേ, ഇതൊക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഷോ QR കോഡ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഗൂഗിൾ പേ വഴി ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതിന് മെസ്സേജ് ആക്കി എങ്ങനെയാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തരേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നിങ്ങൾക്കൊന്നും അറിയണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നാൽ മതി. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് ചെയ്യും. നിങ്ങളോട് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഫൈനൽ സബ്മിഷനൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മീൻസ് നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ, പേഴ്സണൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.